ശ്രീ ബിനോയ് വിശ്വം, നമസ്കാരം. രാവിലെ നമുക്കൊരു വേദനിക്കുന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഈ മാധവ് ഗാഡ്ഗിൽ ഇല്ല. പരിസ്ഥിതി സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും എന്ന് തന്നെ പറയേണ്ടി വരും. കേവലം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ലല്ലോ മാധവ് ഗാഡ്ഗിൽ. ഹലോ, ശ്രീ ബിനോയ് വിശ്വം, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. മാധവ് ഗാഡ്ഗിൽ ഇനിയില്ല. പരിസ്ഥിതി ശാസ്ത്രത്തിന് ഏറ്റവും ആധുനികവും മാനുഷികവുമായ രൂപവും ഭാവവും നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹത്തെ ഞാൻ വിളിക്കും. മാധവ് ഗാഡ്ഗിൽ പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച, അവ രണ്ടിന്റെയും പരസ്പരത്തെപ്പറ്റി ഏറ്റവും ബോധ്യമുണ്ടായിരുന്ന മനുഷ്യസ്നേഹിയായ ശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ആധികാരികത, അതിൽ പുലർത്തിയ നിഷ്കർഷത, അപ്പോഴെല്ലാം കാണിച്ച ജനസ്നേഹം, പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന് അസ്തിത്വമില്ല എന്ന ഉറച്ച കാഴ്ചപ്പാട്, ഇതെല്ലാമാണ് ഗാഡ്ഗിലിനെ മഹാനായ ഒരു ശാസ്ത്രജ്ഞനും മനുഷ്യനും ആക്കി മാറ്റുന്ന ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻകൈയിൽ തയ്യാറാക്കപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ട്സ്, അത് കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട റിപ്പോർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടിനെ മനസ്സിലാക്കാതെ, ഉള്ളടക്കമറിയാതെ, അർത്ഥമറിയാതെ ഒരുപാട് പേർ അദ്ദേഹത്തെ പല കാരണങ്ങളാൽ തെറ്റിദ്ധരിക്കുകയും അത് കെട്ടിപ്പെടുത്തുകയും സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്ത കാര്യം മറക്കാൻ പാടില്ല. ആ റിപ്പോർട്ടിൽ ഗാഡ്ഗിൽ പറഞ്ഞ ഏറ്റവും ഡെമോക്രാറ്റിക്കായ കാര്യം അത് നാം മറക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ പറയുന്ന ഓരോ ശുപാർശയും ശുപാർശ മാത്രമാണ്. ഇതിനകത്ത് ആത്യന്തികമായ തീരുമാനം എടുക്കേണ്ടത് ഗ്രാമസഭയാണെന്ന് അദ്ദേഹം ഖണ്ഡിതമായി പറഞ്ഞു. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ജനസഭയാണ്. ആ സഭയുടെ തീരുമാനത്തിന് വിധേയമായിട്ടേ ഞങ്ങൾ ഈ പറയുന്ന ഏത് ശുപാർശയും നടപ്പിലാക്കാവൂ എന്ന് കൃത്യമായി പറഞ്ഞ ഒരു ജനാധിപത്യവാദിയായ, മനുഷ്യസ്നേഹിയായ, ഒന്നാം സ്ഥാനം മനുഷ്യന് കൊടുത്ത ഒരു ശാസ്ത്രജ്ഞനായി ഗാഡ്ഗിലിനെ എല്ലാ കാലവും നാം ഓർക്കേണ്ടതുണ്ട്. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന് മുമ്പോട്ട് പോകാനാകില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ നിലനിൽപ്പും മനുഷ്യന്റെ വളർച്ചയും തമ്മിലുള്ള ഈ ബന്ധത്തെപ്പറ്റി മറക്കാൻ പാടില്ല എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. സ്വകാര്യ സംഭാഷണങ്ങളിലും പൊതുവേദികളിലും എന്ന് വേണ്ട എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാട് ഈ നിലപാടാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എല്ലാ കാലത്തും സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ആ ബന്ധത്തെ പറ്റിയുള്ള ഈ കാഴ്ചപ്പാടാണ് ഗാഡ്ഗിലിനെ വ്യത്യസ്തനായ ഒരു സയന്റിസ്റ്റാക്കി തീർത്തതെന്ന് ഞാൻ പറയട്ടെ. വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ എളിമ, അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ സുതാര്യത, അദ്ദേഹത്തിന്റെ ആ വിനയം, ഇതെല്ലാം നമുക്ക് മറക്കാനേ കഴിയില്ല. എത്രയും വലിയ ഒരാൾ, ലോകം അംഗീകരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ ഒരിക്കൽ പോലും താനൊരു വലിയ ആളാണെന്ന ഭാവമേ ഉണ്ടായിരുന്നില്ല. വേഷത്തിലും ഭാവത്തിലും ഭാഷയിലും നിലപാടിലും എല്ലാം ഈ പറയുന്ന എളിമയുടെ ഒരു പ്രതീകമായി നിലക്കൊണ്ട ഗാഡ്ഗിൽ, ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി സൗഹൃദം സ്ഥാപിക്കാനും സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും എല്ലാം കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായിട്ട് എല്ലാ കാലവും ഞാൻ ഓർക്കും. ആ വലിയ മനുഷ്യസ്നേഹിയുടെ, ശാസ്ത്രജ്ഞന്റെ, പ്രകൃതിസ്നേഹിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എല്ലാവരുടെയും കൂടെ ചേർന്നുകൊണ്ട് തല കുതിച്ചു പിടിക്കുന്നു. താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം.